നീ ആലോചിച്ചിട്ട് തന്നെയാണോ? നമ്മളാണ് ഭരിക്കുന്നത്. നമുക്ക് മാഷിനോടൊന്ന് ചോദിച്ചിട്ട് പോരെ? മാർട്ടിനെ, ഞാൻ വെറുതെ ആവേശമൂത്ത് കമ്മ്യൂണിസ്റ്റുകാരനായതല്ല. യഥാർത്ഥ കമ്മ്യൂണിസം എന്ന ആശയത്തിൽ എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടണം, അത് തിരുത്തപ്പെടണം. അത് മനസ്സിലാക്കാൻ കഴിവുള്ളവർ നമുക്കിടയിലുണ്ടെന്നുള്ളൊരു വിശ്വാസം അതെനിക്കുണ്ടടാ. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ഈ ലൈവ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേസ്, അതിനെ തുടർന്നുള്ള പലതരം കഥകൾ, കെട്ടുകഥകൾ, ഊഹാപോഹങ്ങൾ, ചർച്ചകൾ, ഒടുവിൽ എല്ലാവരും കൂടി എഴുതിയ വിധി. ആ വിധിയിൽ നിങ്ങൾ വിശ്വസിക്കും മുമ്പ് ഒന്നോർക്കുക. തന്റെ ജീവിത സാഹചര്യങ്ങളോട് പോരാടി വിജയിച്ച ഒരു പെൺകുട്ടി, നാളെ നമ്മുടെ നാടിന് തന്നെ അഭിമാനമായി മാറേണ്ടിരുന്ന അവളെ നമ്മളെല്ലാവരും കൂടെ തന്നെ ഇല്ലാതാക്കുന്നത് കാണുമ്പോൾ ആ കഥകളെല്ലാം അടുത്തെറിഞ്ഞ് എനിക്കും ചിലത് പറയാനുണ്ട്. കബീർ, ഞാൻ എത്ര നാളായിരുന്നു എൻ്റെ അടുത്ത് പറയാൻ. ഇന്നലെ ദറസിന് ഉസ്താദ് വന്നിട്ടുണ്ട്. അവരോട് ഞാൻ എന്താ പറയണ്ടേ? കാലം വളരെ മോശമാണ്. ദറസിൻ്റെ കീഴിലാകുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു നോട്ടമുണ്ടോ, ദീനിയായ കാര്യങ്ങളിലും ഒരു ശ്രദ്ധയും. എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നിക്കൊന്നും തോന്നല്ലേക്ക, കൊച്ചല്ലേ. അതെ, മൂത്താപ്പാടെ വീട്ടിലേക്കാ പോണേ. ഇനി ഇത് മതി ഉമ്മച്ചിയുടെ ഉറക്കങ്ങളെ. പോയി ഉടുപ്പ് മാറിക്കേ. ഈ തീരുമാനം കൊച്ചിൻ്റെയാണ്, അതാ കൊച്ചിൻ്റെ ഉമ്മാര്? ഇനി ഈ കാര്യത്തിലൊരു സംസാരം എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. നാശം പിടിച്ച വീട്ടിൽ പേടിക്കണം 100 തവണ പറഞ്ഞു. അനുഭവിച്ചിട്ട് പെണ്ണിതെന്നെ കൊണ്ട് പോവുള്ളൂ. ചെന്ന് ഡ്രസ് മാറ്റിക്കേ. മതത്തിന്റെയും കുടുംബ വിചാരണകളുടെയും മതിലുകൾ തകർക്കാൻ ഒരു പെൺകുട്ടിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മടവൂരിൽ അലി ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നു. ഉസ്താദിന്റെ മോനൊരു കല്യാണാലോചന. സംസാരത്തിന്റെ ഇടയിൽ നമ്മുടെ അഭിഷേക് പറ്റി ചോദിച്ചായിരുന്നേ. നിനക്കറിയാലോ, നല്ല കൂട്ടരാ. ഞാനൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലക്ക, അവളിപ്പോ കല്യാണമൊന്നും വേണ്ടെന്ന് പറയുന്നേ. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും പഠിക്കാമല്ലോ. അല്ലാതെ കോഴിക്കോട് നമ്മുടെ ദറസിന്റെ കീഴിൽ ഒരുപാട് കോളേജുണ്ട്. ഞാൻ സംസാരിക്കാം. അവള് കൊച്ചിയിലേക്ക് പോകുന്ന കാര്യമാണ് പറയുന്നത്. അവളെങ്ങനെ പറയാനായിട്ട്. കൊച്ചിയിലോ? കൊച്ചിയിൽ എന്താ ഉള്ളത്? മോഡലിങ്ങും ഫാഷനും അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കാനായിട്ടെ. അതിപ്പോ നന്നായി കബീറെ. മഹല്ലെ സെക്രട്ടറിയുടെ മോള് തുണി അഴിക്കാൻ പോവാണെന്ന് നാട്ടുകാരും പള്ളിക്കാരും അറിഞ്ഞ ചേലായി. നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ളതാ. അല്ലെങ്കിൽ നീ അവള് പറയുന്ന കേട്ടാണല്ലോ നടപ്പ്. നീ എന്താന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷെ ഒരു കാര്യം ഓർമ്മിച്ചു, പടച്ചോട് നിരക്കാത്ത കാര്യത്തിനാണ് നിന്റെ ഈ പോക്ക്. പറഞ്ഞേക്കാം. കബീറെ, നിന്റെ അടുത്ത് എനിക്കൊരു അപേക്ഷയുണ്ട്. എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞ നേരെങ്കിലും ഞങ്ങൾ ഉപദ്രവിക്കരുത്. സോഷ്യൽ മീഡിയ ഫ്രെയിം ചെയ്ത കഥകളെല്ലാം വിശ്വസിച്ചവർ, അതെല്ലാം ആഘോഷിച്ചവർ ഇതുകൂടി അറിയാം. Guns with it, itch your gas, take your guns with it. Got the plastic, itch your finger. Hollow tips in the clip to make sure we get 'em.
ഹായ് ചേച്ചി, അഫ്ഷ. ഹായ്. കയറി വാ. വാ. ബസ് ലേറ്റ് ആയോ? അയ്യോ ചേച്ചി ഒന്നും പറയണ്ട, ഒടുക്കത്തെ ട്രാഫിക് ആയിരുന്നു. ഞാനിങ്ങ് എത്തിയെന്നാ ഭാഗ്യം. താൻ ഫുഡ് കഴിച്ചായിരുന്നോ? ആ കഴിച്ചു. ഓക്കെ. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, എനിക്ക് റൂമൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. താൻ തൽക്കാലം മുറിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ആ ഓക്കെ. പിന്നെ താൻ കുറെ ട്രാവൽ ചെയ്തിട്ടല്ലേ വന്നത്? കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്ക്. നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. ഓക്കെ. ചേച്ചി ഇങ്ങനെ വന്ന് നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇടക്കിടക്ക് ഇങ്ങോട്ട് കയറി വരെ നിങ്ങളോട് പറഞ്ഞോളല്ലേ? പിന്നെ ഇല്ല സാറേ, ഇന്ന് CSR കാണാതെ ഞാൻ പോവില്ല. എന്റെ ചേച്ചി CSR ഇവിടെ ഇല്ല. സാറിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി ഞങ്ങൾ അറിയിക്കും. എത്ര നാളായി സാറേ ഞാനിത് കൊണ്ടോട് കയറി ഇറങ്ങി നടക്കണം. ഒരു കാര്യമില്ല ചേച്ചി, പോകാൻ നോക്കി ചെല്ലേ. ഒരു കാര്യം ചെയ്യ്, ചേച്ചി അകത്ത് കയറിക്കും. ഞാൻ നിങ്ങൾ ചെയ്തു തരാൻ പറ്റുന്നോടെ. ആ ഇവിടെ ഇരിക്കും, ഞാൻ നോക്കട്ടെ. സാറേ ആ തള്ളവിടെ വന്നിരിക്കുന്നു. സാറിനെ കണ്ടെന്ന് പോകുന്നവർ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം മഹാരാജ് പോയിട്ടേ അവിടുത്തെ SFIയുടെ പിള്ളേരെ പൊക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ നേതാവ് ജസ്റ്റ് വന്നിട്ടുണ്ട്. അവൻ്റെ കൺമുന്നിൽ കൂടി ആ തള്ളനെ ഇറക്കിയിട്ട് ഞാൻ വിഷയമായിരിക്കട്ടെ സാറേ. ഒന്നാമതൊരു ആ പെങ്കൊച്ചിൻ്റെ ഫോട്ടോ പിടിച്ചിട്ടാണ് അങ്ങാടും ഇങ്ങാടും നടക്കുന്നത്. സാറേ അത് സൂക്ഷിച്ച് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് പണിയാവട്ടെ. ഹലോ അഫ്ഷ, ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ചു നേരം കൂടെ കിടക്കട്ടെ ചേച്ചി. എടോ, ഒരു മോഡൽ എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് റോൾ മോഡൽ ആവണമെന്നാ. മോഡലാണെന്നും മോഡലായിരുന്നു എന്നും പറയുന്നത് തമ്മിൽ വാക്കുകളിലല്ലാത്ത വ്യത്യാസമുണ്ട് അഫ്ഷ. അതെ, സ്വപ്നം കണ്ട് കിടക്കാവുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ താൻ കിടന്നോ. ഓറൽസ് ജസ്റ്റ് ഗെറ്റ് റെഡി. ഒരുപാട് പേരെ നമുക്ക് കാണാനുണ്ട്. നല്ല ട്രാഫിക് ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ. ഇന്നലെയും വന്നായിരുന്നല്ലേ? ആ ഞാനിവിടെ ഉണ്ടായില്ലേ. ഞാൻ പ്രതീക്ഷയോട് പറഞ്ഞായിരുന്നു വന്നാൽ വേണ്ട ചെയ്യണമെന്ന്. നമുക്ക് ഈ ഒരു കേസ് മാത്രമല്ലല്ലോ, അന്വേഷണം നടക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചോളൂ. നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും ബുദ്ധിമുട്ടണമെന്നില്ല. സാറേ, സാറ് മുൻപുണ്ടായിരുന്ന സാറുമാർ ഇത് തന്നെയാ പറഞ്ഞേ. എൻ്റെ മോളെ കാണാതായിട്ട് 3 വർഷമായി സാറേ. അവള് ഇപ്പൊ ജീവനോടുണ്ടോ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പറ്റിയോ അതെങ്കിലും ഇരിക്കുന്നറിയണം സാറേ. അതെ, ഇത് നിങ്ങൾക്ക് മാത്രം സംഭവിച്ചിട്ടൊരു വിഷയമാണെന്ന് ഒരു തോന്നലുണ്ടാവും. ഇതുണ്ടോ നോക്ക്, നിങ്ങളുടെ മകളെ കാണാതിന് ശേഷം കൊച്ചി സിറ്റിയിൽ നിന്ന് മാത്രം മിസ്സിംഗ് ആയ കുട്ടികളുടെ ലിസ്റ്റാണ്. ഞങ്ങൾക്കിതാ ഇവരും നിങ്ങളുടെ മകളും ഒരുപോലെ തന്നെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും, ഈ ഫാഷൻ മോഡലിംഗ് എന്നൊക്കെ പറയുന്നത് കാശുള്ള വീട്ടിലെ പിള്ളേരെ ഒരു തരം കഴപ്പാ. പിള്ളേർ ഓരോന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, അവരുടെ കൂടെ കിടന്ന് അങ്ങ് തുള്ളുക, പിന്നെ ഇവിടെ വന്നിരുന്ന് കരയും. ചേച്ചി ചെല്ലാൻ നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് അറിയിച്ചോളാം. സാറേ, സാറിനി എൻ്റെ മോളെ തിരക്കണ്ട സാറേ. കഴിഞ്ഞ റൺവേയിൽ നമുക്കുണ്ടായിരുന്ന ഒരു ബ്രാൻഡ് പോലും നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ നിന്നെ ഡൗൺ ആക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ റെൻ്റ് അടയ്ക്കാൻ പോലും പറ്റത്തില്ല. എന്ത് ഓപ്ഷനാണ് നമുക്കുള്ളത്?
ഒന്നെങ്കിൽ ഷട്ടർ ഇടണം, അല്ലെങ്കിൽ we need to find a girl like a queen. കായൽ തോണി കടലാഴം തേടി നീ ദൂരെ കാണാ കടൽ തുഴഞ്ഞേറാൻ തോണി നീ താനേ പുലരാതെ ഇരുളകലാതെ അലകടലാകെ അലയാതെ കാറ്റിലുലയാതെ കാത്ത കനവാകെ കനൽ പോൽ കെടാതുള്ളിൽ നീരെ തെളിഞ്ഞിട്ടു വെട്ടം തരും കാവല കനവാകെ കരകയറാതെ തണലേകാൻ തോണി തുണയേകാൻ ദൂരെ വഴി നീളേ Jessica, you know what I'm going through. താൻ തന്നൊരു പ്രൊഫൈൽ പോലും എനിക്ക് വർക്കൗട്ട് ആയിട്ടില്ല. ഐ നീഡ് എ ഗേൾ. ഒരു എക്സ്പീരിയൻസ് പോലും വേണമെന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു കുട്ടിയായിരിക്കണം. ഫൈൻഡ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഒരു ഇമ്പോർട്ടൻറ്റ് കോൾ ഉണ്ടായിരുന്നു. സോറി, അത് കാരണം കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇറ്റ്സ് ഓക്കെ, ഞങ്ങളിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ജയ്, ഞാൻ പറഞ്ഞില്ലേ, അഫ്ഷ. ഹായ്. ആൻഡ്രിയ, നാളെ 10 o'clock ഷാർപ്പ് സ്റ്റുഡിയോ മാക്സോ. അഫ്ഷ, നിങ്ങളെ ഞങ്ങൾക്ക് ഓക്കെയാണ്. കാറ്റിൽ പായും തോണി നീ തീരം തോടും നേരമായോ തീരം ചേരും നേരം തീര കനവാകെ ഉയരായതോ. കൊച്ചിയിലെ തന്നെ എല്ലാ ഡിസൈനേഴ്സും അവരുടെ ബ്രാൻഡുകൾ ഇറങ്ങുന്ന നെക്സ്റ്റ് ഷോ, ആ ഷോ നമ്മുടേതായി മാറിയാൽ അഗെയിൻ വി ആർ ദ ഫേസ് ഓഫ് ഫാഷൻ. കേരളത്തിൽ തന്നെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള റൺവേ മോഡൽസ് ഇറങ്ങുന്ന നെക്സ്റ്റ് ഷോ, ആ ഷോ ടേക്ക് ഓവർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതും ഈ ഒരു അവസ്ഥയിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ ജയ്. ഐ നോ ദിസ് അജ്മൽ. ഡിസയർ എന്നൊരു ചെറിയ ബ്രാൻഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷോ ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് our queen, Afsha. ഷോ സ്റ്റോപ്പർ അഫ്ഷ ആയാൽ ഫ്യൂച്ചർ നമ്മുടെ കയ്യിൽ സേഫാണ്. സോ ദിസ് ടൈം ബ്രാൻഡ് ഈസ് നോട്ട് അവർ പ്ലാൻ.
മോളെ. ആ വാപ്പച്ചി. ആ നീ എവിടെയാ? ഫ്ലാറ്റിലെത്തിയോ? ഇല്ല, ഞാൻ അത് എവിടേക്ക് പൊക്കോണ്ടിരിക്കുവോ. മോളെ സുഖമല്ലേ? നീ ഭക്ഷണമൊക്കെ വല്ലതും കഴിച്ചോ? എന്ത് പറ്റും വാപ്പച്ചി? ശബ്ദം എന്തോ അല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ നമ്മുടെ നൂറിൻ്റെ കല്യാണം ഉറപ്പിച്ചട്ടാ. നൂറിൻ്റെ കല്യാണോ? ഞാൻ ഇന്നലെ അവളെ വിളിച്ചാണല്ലോ. അവളൊന്നും പറഞ്ഞില്ല. മൂത്താപ്പെല്ലാം പെട്ടെന്നാക്കി, നിനക്കറിയാലോ. പിന്നെ നാളെ അവരെല്ലാം കൂടി കൊച്ചിയിലേക്ക് വരുന്നുണ്ട് സ്വർണ്ണം കൊടുക്കാൻ. വാപ്പച്ചി വരുന്നുണ്ടോ? ഇല്ല മോളെ, വാപ്പച്ചക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട് ഇവിടെ. നീ എപ്പോഴാ ഇനി വീട്ടിലേക്ക് വരിക? അത് വാപ്പച്ചി, ഞാൻ ഇവിടെ കുറച്ച് വർക്ക്സ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നൂറിൻ്റെ കല്യാണത്തിന് എന്താണെങ്കിലും ഞാൻ 2 ദിവസം മുന്നേ എത്തും. മോളെ, നീ ആ കല്യാണത്തിന് വരണ്ട. അതിവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല മോളെ. നിനക്കറിയാലോ, വാപ്പച്ചക്ക് നീ വയ്യ. മോളെ മോളെ നീ വിഷമിക്കണ്ട. വാപ്പച്ച മുഞ്ചും കൂടി മോളെ അവിടെ ഒരു സ്വന്തം കണ്ടോളൂ. വാപ്പച്ചി, വാപ്പച്ച മോളെ പിന്നെ വിളിക്കാം. ചെറുപ്പം മുതലേ അവളായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. പെട്ടെന്ന് വാപ്പച്ചി അങ്ങനെ എന്നോട് കല്യാണത്തിനൊക്കെ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ആകെ ഒറ്റപ്പെട്ടു പോയല്ലേ ചേച്ചി. എനിക്കറിയാം, അവരെല്ലാവരും വാപ്പച്ചിനെ കൊണ്ട് പറയിപ്പിച്ചതാ. പക്ഷെ നമ്മൾ ചെയ്യുന്ന വർക്കല്ലേ ചേച്ചി. പിന്നെ എന്താ അവരൊക്കെ നമ്മുടെ പുറകെ വെറുതെ? എടോ, താനിപ്പം നിൽക്കുന്ന ജയിച്ചിട്ടാ. താനെന്തെങ്കിലും തോറ്റുപോയവരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? മിസ് ഇന്ത്യ, മിസ് കേരള, റണ്ണറപ്പ്, 3rd വൺ, അതിനൊക്കെ അപ്പുറം പോകുന്നവരെ പറ്റി. ഈ കൊച്ചിയിലെത്തിയിട്ട് ഒന്നും ആവാൻ പറ്റാതെ നാട്ടിലേക്ക് മടങ്ങിപ്പോയവരെ പറ്റി. അവർക്കും കിട്ടും ടൈറ്റിൽസ്, പക്ഷേ അതൊക്കെ ഇടുന്നത് അവരുടെ നാട്ടുകാരാണെന്ന് മാത്രം. ആ, ഇനി അതൊന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കണ്ട. വന്ന് കിടക്കാൻ നോക്ക്. മറ്റന്നാൾ ഷോ ഉള്ളതാ, പൊളിക്കണ്ടേ നമുക്ക്? ഇതാണോ? ഇത് കൊള്ളാം. പക്ഷെ ഇതല്ലേ കുറച്ചുകൂടി നല്ലത്. മാനാഞ്ചിറ വേറെ കടയില്ലാത്തോണ്ടല്ലോ ഞാൻ ഇവിടെ വന്നത്. ഞങ്ങളുടെ കല്യാണത്തിന് ഞാൻ മേടിച്ച എൻ്റെ മെഹർ ഇവിടുന്നാ മേടിച്ചേ. ഉള്ളത് പറയാമല്ലോ, നാളിതുവരെ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതൊക്കെ ഒരു വിശ്വാസമാടാ. നല്ല ഐശ്വര്യമുള്ള കടയാ. പക്ഷെ ഇത് കുറച്ചുകൂടി രസമുണ്ട്. സർ, ബില്ല് റെഡി ആയിട്ടുണ്ട്. ആ, സാറേ, ഇനി അത്തുള്ള സ്റ്റേഷനിലേക്ക് കയറി വന്നു പണിപ്പാളൂ കേട്ടോ. ഒന്നാമധികം മോഡൽസിൻ്റെ ഏരിയയിൽ നമുക്ക് ഒരുപാട് കേസുകളായി. ഇത് ഇതേപോലെ തന്നെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വിഷയവും. സാർ അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. അവൻ്റെ പുറകെ കൂടെ നടന്ന് പെണ്ണ് സൂതുക്കല്ല പോലീസിന് പണി. என்ன சார், மாச கடைசி ஆகல, அதுக்குள்ள டைட் ஆயிட்டீங்க போல. സാറേ, കൂടെ നിൽക്കുന്നവർ ഓരോരുത്തരായിട്ട് വരിയാൻ തുടങ്ങി. സാറേ, എന്നെ എങ്ങനെയെങ്കിലും ഇന്ന് ഒഴിവാക്കി തന്നെ. എനിക്ക് 2 പിള്ളേരുള്ളതാണ്. ഞാൻ ഉണ്ടാവില്ല, തോന്നല്ലേ സാറേ. சாரே, உனக்கு தான் தெரியுமே, கொச்சியில 3-4 பப்பு தான் இருக்குது. அதுல வர பைசெல்லாம் இந்த பாருக்காரங்க கொண்டு போறானுங்க. மிச்ச மீதிலாம் உன்ன மாதிரி போலீஸ்காரன் மாசம் மாசம் எண்ணி வாங்கிச்சு போல. சார், வியாபாரம் பண்ணாம எப்படி சார்? பொண்ணுங்க வந்தாதான் இங்க வியாபாரமே.
பசங்க கூட்டமாகறதுக்கு இது கோவா இல்லை, கொச்சி. புரிஞ்சுதா? சாரே, உங்ககிட்ட முன்னாடியே சொல்லியிருக்கேன், இந்த மேட்ரை சொல்லிட்டு எனக்கு குடைச்சல் கொடுக்காதீங்கன்னு. நான் இந்த விளையாட்டுல வெறும் ஒரு மிட்ஃபீல்டர் தான், நீங்க ஸ்டாப்பரும். உங்களுக்கு ப்ரெஷர் வரும்போது நீங்க பந்தை தட்டி விட்டீங்கன்னா நான் யாருக்கு தட்டி விடுறது? இதோ பாரு, இந்த விளையாட்டுல முன்னாடி விளையாடுற ஃபார்வர்டர்ஸ் யாருன்னு எனக்கும் தெரியாது, உனக்கும் தெரியாது. അസറേ നിനക്ക് സ്കെച്ചാ സൂക്ഷിക്കണം. சரி, இவ்வளவு தூரம் வந்து சொல்லியிருக்கீங்க, நான் பார்த்துக்கிறேன். நீங்க போலாம், போங்க சார். வேற ஏதாச்சும் ப்ராப்ளம் வந்தா நான் பார்த்துக்கிறேன். അർഷ, നീ എവിടെയാ? ഞാൻ ഇതേ വന്നോണ്ടിരിക്കുക ചേച്ചി, ഞാൻ പെട്ടെന്ന് എത്തും. ആ എടോ, ആ സ്റ്റൈലിസ്റ്റ് ഉണ്ടല്ലോ അലീന, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലൂ മൂൺ ഹോട്ടലിലൊന്ന് ചെല്ലണം. നാളത്തെ വർക്കിംഗ് ഡേ? ആ അതെ അതെ, ഒന്ന് ട്രയൽ ചെയ്യാ, എന്നിട്ട് കോസ്റ്റ്യൂം എടുത്തിട്ട് വരണം. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ അത് കളക്ട് ചെയ്തിട്ട് വരാം. അതെ, രാവിലെ പോവാനുള്ളതാ, നീ വേഗം വാ. മാക്സിമം പെട്ടെന്ന് എത്താം. ഓക്കെ ഓക്കെ ചേച്ചി. എടാ, എന്നെ ഒന്ന് ബ്ലൂ മൂൺ ഹോട്ടലിലേക്ക് ഒന്ന് ആക്കി തരുമോ? എനിക്കൊരു ഡ്രസ്സ് അവിടെ നിന്ന് കളക്ട് ചെയ്യാനുണ്ട്, അപ്പോൾ അത് ഞാൻ കളക്ട് ചെയ്തിട്ട് ഊബർ അടിച്ച് വന്നോളാം. ഓക്കെ? ഇല്ല, കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല എന്താണെന്നറിയോ, ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാൻ പരിപാടിയൊക്കെ ഉണ്ട്, അപ്പോൾ കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഊബർ അടിച്ച് വന്നോളാം. നിങ്ങൾ കേട്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഡയാനയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ കാണാടാ. ഞാൻ പറയാം.
എടാ പറ എന്താ അവിടെ സംഭവിച്ചേ? അഫ്ഷ, ഞാനിവിടെ ഒരു ഇവന്റിന് വേണ്ടി വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായേ ഇതൊരു ട്രാപ്പായിരുന്നു. അവരെന്നെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധിച്ചു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അസർ എന്ന് പറഞ്ഞ ഒരാള് അഫ്ഷ അയാളാ? എനിക്ക് പേടിയാവും. നീ ടെൻഷൻ ആവല്ലേ? വേഗം ഹലോ ചേച്ചി, ഹലോ. ഇവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. അഫ്ഷ, എനിക്കൊന്നും ക്ലിയർ ആവുന്നില്ല. ഹലോ. ഹലോ. എടോ, താനിപ്പം നിൽക്കുന്ന ജയിച്ചിട്ടാ. താനെന്തെങ്കിലും തോറ്റുപോയവരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അവർക്കും കിട്ടും ടൈറ്റിൽസ്, പക്ഷേ അതൊക്കെ ഇടുന്നത് അവരുടെ നാട്ടുകാരാണെന്ന് മാത്രം. നമുക്കറിയാമല്ലോ, അർദ്ധരാത്രിയിൽ ഈ പെൺകുട്ടികൾ ഈ DJ പാർട്ടി പോലുള്ള അത്ര നല്ല ഒരു അഭിപ്രായമില്ലാത്ത ഹോട്ടലിൽ എന്താണ് നടന്നത്? ഈ പ്രായപൂർത്തിയായ പെൺപിള്ളേർ അർദ്ധരാത്രിയിൽ ഹോട്ടലിൽ എന്തിനാ പോയത്? മുല്ലപ്പെരിയാർ ഡാം സന്ദർശിക്കുന്നതിന്റെ കണക്കെടുക്കാൻ പോയാണോ അവര്? വലിയ വലിയ ആൾക്കാരുടെ കൊച്ചമ്മമാരും പിള്ളേരും എല്ലാം പോയി ഇതുപോലെയുള്ള നിശാപാർട്ടിയും കള്ളുകൂടിയും കഞ്ചാവോലിയും എല്ലാം നടത്തി ആരും പുറത്തു പറയില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം ഉണ്ടാവും മാത്രമേ പുറത്തു വരത്തുള്ളൂ. അപ്പോൾ 12 മണി കഴിഞ്ഞും അർദ്ധരാത്രി കഴിഞ്ഞും നീണ്ടു നിൽക്കുന്ന ആഘോഷം, DJ പാർട്ടി എന്നുള്ള പേരിൽ എന്ത് ആഘോഷമാണ് നടന്നതെന്ന് ആ ദൃശ്യങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ.
വീണ, ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം നടന്നത്. ഈ അപകടത്തിലാണ് 2019 മിസ് കേരളയും മിസ് കേരള റണ്ണറപ്പുമായ 2 പേർ അപകടം സംഭവിച്ചത്. സാറേ, എല്ലാ ഡോറും ജാമാണ്. വെട്ടിപ്പൊടിക്കാതെ ഒറ്റണത്തിന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നല്ല. താനൊരു കാര്യം ചെയ്യും, ഇവർ എത്രയും പെട്ടെന്ന് ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. പിന്നെ ഞാൻ അങ്ങോട്ടെത്തേക്കാം. ശരി സാർ. ഇവർ ഹോളിഡേ ഇൻ ഹോട്ടലിന് സമീപം വെച്ചായിരുന്നു പുലർച്ചെ 1 മണിയോടെ അപകടം സംഭവിച്ചത്. അതേസമയം തന്നെ കാറിനുണ്ടായിരുന്നത് 4 പേരാണ്. 2 പേരെ ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. உனக்குதான் தெரியும், அவளை மட்டும் வெளில போனேன்னு வச்சுக்கோ, நம்மளை பத்தி எல்லாமே போட்டு கொடுத்துருவாளுங்க. அப்புறம் நானும் நீ தான் உள்ள கிடக்கணும். അസറേ, കാര്യം കുറച്ച് സീരിയസ് ആണ്. ഇത് എന്റെ നിൽക്കില്ല. നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഫസ്റ്റ് என்ன பண்ண சொல்லியா? നീ ഹോട്ടലായിട്ട് എങ്ങനെ நம்ம பசங்க தான். എന്നാ വിളിക്കേ ആ CCTV ഫുട്ടേജ്. അതിലാണ് എല്ലാം ഉള്ളത്. அதெல்லாம் நான் முன்னாடியே டீல் பண்ணியாச்சு. வேற ஏதாவது இருக்கா பார்த்து சொல்லியா? മൂന്നാമത്തെ ആളും മരിച്ചു. ആ മരിച്ച പെൺകുട്ടി ഒരു സെലിബ്രിറ്റി കൂടിയാണ്. പിന്നെ ഒരാൾ ഇന്നോ നാളെന്നും പറഞ്ഞ് കിടക്കുക. ഹസറേ, നിന്റെ ഫോൺ നീ ഓഫ് ചെയ്യ്. ഇനി ഞാൻ പറയാതെ നീ പുറത്തേക്ക് ഇറങ്ങരുത്. നീ എവിടേക്കാന്ന് വെച്ചാൽ മാറിക്കോ. കുറച്ച് പണി ഇനിയും ബാക്കിയുണ്ട്. ഇപ്പൊ വിട്ടോണോടന്ന്. എവിടേക്കാന്ന് വെച്ചാൽ പോകാൻ നോക്കല്ലേ. എന്തോര് എന്താ മേ നിന്റെ അടുത്ത് അന്ന് പറഞ്ഞിട കൊച്ചിന്റെ കല്യാണത്തിന് തടസ്സമായിരുന്നു. എന്താണ് ഹക്കിമേ പറ, ഇക്കെന്താണ് പറയണേ? മാമ, എന്താടാ പറ. അഫ്ഷയ്ക്ക് ഒരു ആക്സിഡന്റ്. ഈ കൊച്ചിന്റെ ആള് പണ്ടേ വണ്ടി ഓടി ചെറുക്കുമ്പോൾ ഞാൻ പുറകെ ഇറക്കേണ്ട സ്ഥിതിയാണ്. ഒരു മാറ്റവും ഇല്ലല്ലോ. എന്നിട്ടിപ്പോൾ എന്താണ് അവർക്ക് എന്തെങ്കിലും പറ്റിയ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താടാ ഹക്കിമേ പറയടാ, എന്താടാ? അവള് പോയി മാമ. പടച്ചോട് നിരക്കാത്ത കാര്യത്തിനാ നിന്റെ കുടുംബത്തിന്റെ പോക്കുന്ന 1000 തവണ ഞാൻ പറഞ്ഞതാ. എന്റെ കൊച്ചു എന്ത് തെറ്റ് ചെയ്തിട്ടാടാ ഇന്ന് കണ്ടുള്ള പഴിച്ചോൾ പോയി ചാവാൻ? എന്നെ മോളെ ഈ നാട്ടിൽ നിന്ന് പോയപ്പോഴും നിനക്കൊക്കെ തുടങ്ങിയതാണ് അവളെ കൊല്ലാൻ. ഇപ്പൊ നിനക്കൊക്കെ സമാധാനമല്ലേ? നീയൊക്കെ ചത്താരെ പോലെ വെറുതെ വിടുന്ന എനിക്കറിയാം. എന്റെ മോളെന്തായാലും ഒരു ദിവസമെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചിട്ടാ അവള് പോയത്. ഉസ്താദേ, എന്റെ മോളുടെ ഖബറിനെ ചൊല്ലി പള്ളിയിലെങ്ങാനും വല്ല ചർച്ച ഉണ്ടായ പള്ളിക്കാട്ടിൽ ഖബറിനെ കൂടൂട്ടാ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കബീറേ, ഇവരെന്തൊക്കെയാ പറയണേ? നമ്മുടെ മോള് എന്നീ കൂട്ടത്തില് അണിഞ്ഞൊരുങ്ങൻ എൻ്റെ മോളും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവൾക്കത് വരില്ലായിരുന്നേക്ക.
Before ending, I would like to let know everyone that coming from a very orthodox Muslim family and breaking all the boundaries it has set for me, there was this one person who helped me throughout the journey, and that's my father. വാപ്പച്ചി, പക്ഷെ നൂറിൻ്റെ കല്യാണത്തിന് എന്താണെങ്കിലും ഞാൻ 2 ദിവസം മുന്നേ എത്തും. വാപ്പച്ചിക്ക് അറിയാണോ? ഒന്നാം തീയതി പുലർച്ചെ ദേശീയപാതയിൽ പാലാരിവട്ടത്തിനും ഇടപ്പള്ളിക്കും ഇടയിലായിരുന്നു അപകടം. ഫോർട്ട് കൊച്ചിയിൽ DJ പാർട്ടി കഴിഞ്ഞ് 4 പേരടങ്ങുന്ന സംഘമാണ് ആ കാറിൽ അന്നത്തെ യാത്ര തിരിച്ചത്. ഈ ദേശീയപാതയിൽ ഇതുപോലെ തിരക്കില്ലായിരുന്നു. രാത്രിയിലായിരുന്നു അവരുടെ യാത്ര. ദേശീയപാതയിലെ ഈ മരത്തിലിടിച്ചാണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. അതോടൊപ്പം തന്നെ അവിടെ ഈ പാർട്ടി നടന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ പോലീസ് അത്രയ്ക്ക് കഴിവുകെട്ടതാണോ അതോ വേണ്ട എന്ന് വെച്ചിട്ടാണോ? എന്ത് തോന്നുന്നു? എന്തിനാ സാറേ പോലീസിനെ കുറ്റം പറയുന്നത്? പോലീസ് എന്തിനാ ഇത് പുറകെ നടന്ന് കണ്ടുപിടിച്ച് രക്ഷപ്പെടുത്തുന്നത്? പോയി പണി നോക്കണം, ചാകട്ട് പറയണം. സുരേഷ്, അങ്ങനെ നമ്മൾ അധിക്ഷേപിക്കേണ്ട. കൊച്ചിയിൽ കഴിയുന്ന ഒരാൾ, കൊച്ചിയിൽ വീട് വെച്ച് താമസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ ഭാഷയിൽ പറഞ്ഞാല് പൈസ കൂടുമ്പോഴുള്ള അഹങ്കാരം. ഈ പെൺകുട്ടികൾ 2 പേരും ഈ DJ പാർട്ടിക്ക് ഈ അർദ്ധരാത്രിക്ക് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഒരു ഉത്തരവാദിത്വം വേണ്ട സാറേ. ഇവരെന്ന് പറഞ്ഞാൽ ഒരു ജോലിക്ക് വേണ്ടി പോയതല്ല, ഇവരുടേതായിട്ടുള്ള സുഖം തേടി പോയതാ. ആരുടെ കണ്ടി പൊടിയിടാറാ സാറേ ഇത് അതിനകത്ത് ഈ മരിച്ചവർക്കും അവിടെ ഉള്ളവർക്കും എല്ലാം കള്ളും വെള്ളമൊക്കെ തന്നെയായിരുന്നു. കാരണം മദ്യപിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് ഉള്ള ഓട്ടവും കാര്യങ്ങളുമാണ് അവിടെ. ഇതിനു മുമ്പ് പല സംഗതികളും നടന്നിട്ടുണ്ട്. ആക്സിഡന്റ് ആവുന്നതിന് കുറച്ചു മുന്നേ അവൾ എന്നെ വിളിച്ചിരുന്നു ജസ്റ്റൻ. അവൾ എന്നോട് എന്തോ ശബ്ദമൊക്കെ ഇടറി, എനിക്കൊന്നും വ്യക്തമാവുന്നുണ്ടായില്ല. ആരൊക്കെ അവളെ ഫോളോ ചെയ്യുന്നു എന്നെന്തോ പറഞ്ഞിരുന്നു. എനിക്കതൊന്നും മനസ്സിലായില്ല. പക്ഷെ അവിടെ ശബ്ദത്തിന് എനിക്കെന്തോ ഒരു പ്രോബ്ലം ഉള്ള പോലെ തോന്നിയിരുന്നു. പിന്നെ അറിയുന്നത് ആൻഡ്രിയയ്ക്ക് ഈ കുട്ടി അറിയോ? ഇതാ മിസ്സിംഗ് ആയ കുട്ടിയല്ലേ? ഇത് മാത്രമല്ല ജസ്റ്റൻ, ഇതുപോലെ ഒരുപാട് കേസസ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ. ആരും പേടിച്ച് പുറത്ത് പറയാറില്ലെന്ന് മാത്രം. പുറത്ത് പറയുന്നവരാണെങ്കിലോ ഇതുപോലെ മിസ്സിംഗ് കേസസും ആത്മഹത്യയും അതൊക്കെ ആയിട്ട് ഒതുങ്ങിപ്പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഉറപ്പാ ജസ്റ്റൻ, അഫ്ഷയ്ക്ക് ഇതുപോലെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതായത് ആ അപകടം ഉണ്ടാകുന്നതിന് മുന്നേ ആ ഹോട്ടലിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. Going on in a horrifying tragedy, beauty queen and Miss Kerala winner Afsha Kabir and her 2 friends were killed in a car crash. Another model Miss Kerala runner-up Megha is in critical condition. സാറേ. സഖാവോ? സഖാവ് ഇരിക്കി. സഖാവ് വരുന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു മുകളിൽ നിന്ന്. പിന്നെ സഖാവ് വിചാരിക്കും പോലെ ഈ കേസിൽ അങ്ങനെ ആന കാര്യമൊന്നുമില്ല. ഏതോ ഒരുത്തൻ്റെ പിഴച്ച മഞ്ഞപത്രത്തിൽ കയറിയ പെങ്ങച്ചൊന്നോ പറഞ്ഞും വെച്ച് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? അതങ്ങനെയല്ല സാറേ, ഇതിന്റെ പുറകിൽ എന്തോ ഒരു വലിയ കളി നടന്നിട്ടുണ്ട്. അവരുടെ വണ്ടി ആരോ ഫോളോ ചെയ്തതായിട്ട് ആ കുട്ടിയുടെ അവസാനത്തെ കോളി പറയുന്നുണ്ട്.
സാർ ഇതൊന്ന് സീരിയസ് ആയിട്ട് കാണും. ശരിടാ, ആ കുട്ടികൾ അവിടെ നിന്ന് കാറെടുത്ത സമയം മുതൽ ആക്സിഡൻ്റ് ആയ സ്ഥലം വരെ ഈ CCTV ക്യാമറകൾ ഒരുപാടുണ്ട്. അതിലൊന്നും ഇങ്ങനൊരു വണ്ടി ഫോളോ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കാര്യങ്ങളെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടാണല്ലോ സഖാവേ എനിക്കൊരു വ്യക്തത ഉള്ളത്. ഈ പൊടിയും കഞ്ചാവൊക്കെ വലിച്ചേരിയിട്ട് വല്ലയിടത്തും ചെന്ന് കയറിയാൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ സഖാവ് ചെല്ല്, കുറച്ച് പണി ബാക്കിയുണ്ട്. ഓ, അപ്പൊ സാറിന്റെ അന്വേഷണമൊക്കെ നേരത്തെ തീർത്തു വെച്ചല്ലേ? അങ്ങനെ ആയിക്കോട്ടെ സാറേ. ഓ, പിന്നെ നമുക്ക് കാണാം. ജസ്റ്റിന് ഇന്നലെ മുതൽ ഈ സമയം വരെ ഈ സ്റ്റേഷനിൽ ഒരു പോലീസുകാരും വെറുതെ ഇരുന്നിട്ടില്ല. ഞാൻ പറഞ്ഞെന്താന്ന് ജസ്റ്റിന് മനസ്സിലായി കാണും. താൻ അലക്സ് സാറിനെ ഒന്ന് പോയി കാണുന്നതായിരിക്കും നല്ലത്. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ ജോർജിനെ നിനക്കറിയാലോ, അവൻ ആരെങ്കിലും സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു പൊടി പോലും ബാക്കി വെക്കാതെ അവനത് തൂത്തിട്ടുണ്ടാവും. സാറേ, ഈ സമയം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അവരെ വളരെ മോശമായിട്ടാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. എന്തേലുമൊക്കെ ചെയ്യണ്ടേ സാറേ? എടോ, വണ്ടി ഓടിച്ചിരുന്ന പയ്യൻ ആക്സിഡന്റ് സമയത്ത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രം മതി ഈ കേസിൽ താൻ പറയുന്ന പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ജോർജിനത് തിരിക്കാൻ. സാറേ, അന്ന് രാത്രി ആ ഹോട്ടലിൽ എന്താ സംഭവിച്ചെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അറിയാവുന്ന ഒരു 3 പേരും ഇന്ന് ജീവനോടില്ല. രക്ഷപ്പെട്ട ആ കുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ഇന്ന് ജീവിക്കുന്നത്. മദ്യലഹരിയിൽ അവർ വണ്ടി ഓടിക്കേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് ഇന്നും കണ്ടെത്താനായിട്ടില്ല. അതിനു മുന്നേ തന്നെ വണ്ടി ഓടിച്ച ആൾ മദ്യപിച്ചിട്ടുണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സമൂഹം അവരെ തള്ളിക്കളഞ്ഞു. എടോ ജസ്റ്റിനെ, താൻ പറയുന്ന കാര്യങ്ങൾക്ക്, അതായത് വണ്ടി ഫോളോ ചെയ്തതായി കാണിക്കാൻ നമ്മുടെ ഭാഗത്ത് തെളിവുകളൊന്നുമില്ല. അങ്ങനെ ഒന്ന് കാണിക്കാനായാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. എന്റെ മകൾ വിവേകമുള്ള വളരെ ബോൾഡായ വ്യക്തിയായിരുന്നു. അവൾ ഒരു തെറ്റും ചെയ്യില്ല എന്നും മോശപ്പെട്ട സുഹൃത്ത് ബന്ധങ്ങളിലേക്ക് പോകില്ല എന്നും എനിക്ക് ഉറപ്പാണ്. അവളായിരുന്നു ഞങ്ങളുടെ എല്ലാം. അവൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിച്ചതെന്ന് അബ്ദുൾ കബീർ പറഞ്ഞു. ക്യാമറ പോലും പ്രവർത്തിക്കുന്നില്ല എന്നത് ഈ പോലീസിംഗിനെ കുറിച്ച് തന്നെ ഉയർത്തുന്ന ചോദ്യങ്ങൾ വലുതാണ്. ഒരൊറ്റ CCTV ദൃശ്യം, പോലീസിന്റെ ഒരൊറ്റ ക്യാമറ പ്രവർത്തിക്കുന്നില്ല. ഇപ്പൊ പോലീസ് ഏതോ കടക്കാരുടെയോ വീട്ടുകാരുടെയോ ഒക്കെ ഔദാര്യം ചോദിച്ചു നടക്കുകയാണ്. അതൊരു സാധാരണ വാഹനാപകടമാണ് എന്ന തോന്നലായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആകപ്പാടെ ഒരു ദുരൂഹതയാണ്. പോലീസിനാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നൽകാനാവുന്നില്ല. വെറും അപകട മരണം എന്ന് എഴുതി തള്ളിയ കേസിൽ ദുരൂഹതകളേറെ. 2ാം തവണയും ശ്രമം പരാജയപ്പെട്ടു പോലീസ്. ഹോസ്പിറ്റലിൽ കഴിയുന്ന മേഘയുടെ മൊഴിക്കായുള്ള പോലീസിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. മേഘയുടെ ആരോഗ്യസ്ഥിതിക്ക് മാറ്റമുണ്ടാകാതെ മൊഴിയെടുക്കാൻ സാധിക്കില്ലെന്ന് ഹോസ്പിറ്റൽ അധികൃതർ. Model death case. The police have arrested accused Azhar, who chased the car used by the model Afsha Kabir. ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് കാറ് അതിവേഗം ഈ ഇടപ്പള്ളി വരെ എത്തുകയും പിന്നീട് തിരിച്ചു വന്ന് ഈ അപകട സ്ഥലത്ത് വന്ന് ഇത് നോക്കി കാറ് തിരിച്ചു പോവുകയും ചെയ്യുന്നതായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. ഒരു അപകട മരണം ഉണ്ടായിട്ട് അതിലേക്ക് നയിച്ച സംഭവങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ സർ?
കേസിൽ പോലീസിന് വഴിത്തിരിവാക്കിയിട്ടിരിക്കുന്നത് ഒരു CCTV ദൃശ്യമാണ്. CCTV ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് നശിപ്പിച്ചൊലിയാൻ പോലീസും കൂട്ടി നിന്നു. ഇത് പോലീസിന്റെ ഒത്തുകളിയാണ്. CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചത് ആരെ സംരക്ഷിക്കാൻ വേണ്ടി? തെളിവുകൾ നശിപ്പിക്കാൻ ഹോട്ടലുടമയെ സഹായിച്ചതാര്? ഇതിനൊന്നിനും ഉത്തരമില്ലാതെ പോലീസ്. IAS ഉദ്യോഗസ്ഥൻ ഒരു പാവം മാധ്യമ പ്രവർത്തകരെ വണ്ടി ഇടിച്ചു കൊന്നപ്പോ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല. അതാണ് പോലീസിന്റെ ക്യാമറയുടെ ഒരു പ്രത്യേകത. പോലീസിന്റെ ക്യാമറകളൊക്കെ എല്ലായിടത്തും ഉണ്ടാകും. വാഹനം ഓടിച്ചു പോകുന്നവർക്കൊക്കെ ഫൈൻ കിട്ടാൻ ആ ക്യാമറകളൊക്കെ ഉപകരിക്കുകയും ഒക്കെ ചെയ്യും. കൊച്ചിയിൽ ഈ സംഭവം നടക്കുമ്പോൾ ഒരു ക്യാമറയും പ്രവർത്തിക്കുന്നില്ല. ഒരു ക്യാമറ പോലും കൺതുറക്കാത്ത കൊച്ചിയിൽ എന്ത് പോലീസിംഗ് ആണ് നടക്കുന്നത്? ഇപ്പൊ പോലീസ് ഏതോ കടക്കാരന്റെയോ വീട്ടുകാരുടെയോ ഒക്കെ ഔദാര്യം ചോദിച്ച് നടക്കുകയാണ് ചില ദൃശ്യങ്ങൾ കിട്ടാൻ. ഒരു സാധാരണക്കാരനായി എനിക്ക് ഈ കേസിൽ ഇത്രയൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപകട മരണം എന്ന് എഴുതി തള്ളാതെ യഥാർത്ഥ തെളിവുകൾക്ക് പുറകെ ഇവിടുത്തെ പോലീസും പോയിരുന്നെങ്കിൽ നിങ്ങൾ കേട്ട കഥകളൊക്കെ മാറി മറിയുമായിരുന്നു. എന്നിരുന്നാലും അവസാനത്തെ പ്രതീക്ഷ മേഘയുടെ മൊഴിയിലായിരുന്നു. പക്ഷെ അവിടെയും വിധി വേറെ ചിലർക്ക് അനുകൂലമായി. ചികിത്സയിലിരിക്കെ തന്നെ മേഘ ആരൊക്കെയോ മെനഞ്ഞുണ്ടാക്കിയ കഥകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കൊട്ടി ആഘോഷിക്കപ്പെടുന്ന കാലത്ത്, സത്യത്തെക്കുറിച്ച് എല്ലാവരും മിണ്ടാതിരിക്കുന്ന ഈ കാലത്ത് അവർക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ഒക്കെ ചെയ്യണ്ടേ? ഇപ്പോൾ കിട്ടിയ വാർത്ത മിസ് കേരള അടക്കം കൊല്ലപ്പെട്ട കേസിൽ എല്ലാ പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നു. രാത്രി 9 മണി വരെ നടന്ന കോടതി നടപടികൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്ത അസർ അടക്കമുള്ള എല്ലാ പ്രതികൾക്കുമാണ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടികളെ പിന്തുടർന്നതിന്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നു? നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ ഇനിയെങ്കിലും തിരിച്ചറിയുക. നിങ്ങൾ നശിപ്പിക്കുന്നത് ഒരു സംസ്ഥാനത്തെയാണ്, നിങ്ങൾ നശിപ്പിക്കുന്ന ഒരു ജനതയാണ്, നിങ്ങൾ നശിപ്പിക്കുന്ന ഒരു തലമുറയാണ്. ഇതൊക്കെ അറിയേണ്ട ആഭ്യന്തരമന്ത്രി കൂടി കേൾക്കണം. മിണ്ടാതിരുന്നത് കൊണ്ട് ഒന്നിനും പരിഹാരമല്ല. പണ്ടേതോ കാലത്ത് ഏതോ ക്യാമ്പസുകളിൽ കാണിച്ചതൊക്കെ ആത്മാർത്ഥതയോടെ ആവേശത്തോടെ വിളിച്ചു പറയുമ്പോൾ ആ ആത്മാർത്ഥതയുടെ ഒരു തരിമ്പെങ്കിലും ഈ പോലീസിനെ ഒന്ന് നേരെയാക്കാൻ കാണിക്കണം. ന്യൂസ് അവസാനിക്കുന്നു. ഇനി